എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഓണനാളിൽ 15 മിനിറ്റ് കൊണ്ട് ആർക്കും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ളൊരു പായസമാണ്. ഈ ഒരു പായസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫേവറേറ്റ് ആണ്. അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. ആദ്യമായിട്ട് പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു പേജിലൂടെ ഞാൻ പലതരത്തിലുള്ള പായസങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വീടുകളിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വലിയൊരു ലൈക്ക് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോയ്ക്ക് വളരെ ലൈക്കുകൾ കുറവാണ് കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും അല്ലേ നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ക്യാരറ്റ് ചവരി പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് അരക്കപ്പ് ചവരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്താനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ചവരി ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് നേരത്തേക്കൊന്ന് കുതിർത്തിയെടുക്കാം. ചവരി ഒന്ന് കുതിർന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ 2 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ക്യാരറ്റിന്റെ തൂക്കം 200 ഗ്രാം ആണ്. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് ക്യാരറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്കിത് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം ചുവട് കട്ടിയുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ല കട്ടിയുള്ള പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ നാളികേര പാലിൽ വെച്ചും ഇതുപോലെ തന്നെ പായസം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി പാലൊന്ന് തിളച്ച് വരട്ടെ. അതുവരെയും നമുക്കൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാല് ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുതിർത്തിയെടുത്തിട്ടുള്ള ചവരിയാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. ചവരി കുതിർത്തി ചേർക്കുമ്പോൾ 1 കപ്പ് അളവായി കിട്ടിയിട്ടുണ്ട്. അതും ഒരു തരി പോലും വെള്ളമില്ലാതെ വേണം നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടും. ചവരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചവരിയും പാലും നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റി വെച്ച് കൊടുത്ത് ചവരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പാലിലേക്ക് ചവരി ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷമായിരിക്കണം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലതായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പാല് നല്ലതായിട്ട് തിളച്ചു തുടങ്ങിയാൽ വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്താണ് നമുക്ക് ചവരി ഒന്ന് വേവിച്ചെടുക്കേണ്ടതും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചവരി വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചവരി പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാലും ചവരിയൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയ പാകത്തിലേക്കായി വരുന്നുണ്ട്. നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതെല്ലാം ചേർന്ന് ഒന്നുകൂടെ തിളച്ച് കിട്ടണം. അതിനായിട്ട് 2-3 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് വെട്ടി തിളപ്പിച്ചുകൂടി എടുക്കാം. അപ്പോഴേക്കും ചവരിയെല്ലാം നന്നായിട്ട് വെന്ത് പായസം നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടും. ആ ഒരു പാകം വരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതും. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തന്നെ കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും നെയ്യിൽ വറുത്തും കൂടെ ചേർക്കണം. ഒരു 15 മിനിറ്റ് കൊണ്ട് ആർക്കും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള സാഗോ ക്യാരറ്റ് പായസം ഇവിടെ റെഡിയാണ്. ഈ ഒരു ഓണനാളിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ്. അതും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫേവറേറ്റ് പായസം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.